Hello, my dear beautiful souls. Welcome back to our YouTube channel Healing Angels The Blood Tarot മലയാളം. നമ്മളപ്പോൾ ഇന്ന് നോക്കാൻ പോണ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർണിംഗ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ രാവിലെ സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ച് നോക്കാം. ഇതൊരു റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ടൈം തൊട്ട് നിങ്ങൾ റിസണേറ്റ് ആയി തുടങ്ങുന്നുണ്ടാവും. സോ ഇത് നിങ്ങളിപ്പോൾ ഇന്ന് കണ്ടില്ല, ഒരു 3 മാസം കഴിഞ്ഞിട്ടോ 1 ഇയർ കഴിഞ്ഞിട്ടൊക്കെ കണ്ടാലും ആ ടൈമിൽ നിങ്ങൾക്ക് ഇത് റിസണേറ്റ് ആവുന്നുണ്ടാവും. സോ എല്ലാവരും ബ്രീത്ത് ഔട്ട് ചെയ്യുക, നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന നല്ല നല്ല മൊമെൻറ്റ്സ് ചിന്തിച്ചിട്ട് റീഡിംഗ് കാണാൻ ശ്രമിക്കുക. ഞാൻ കമൻസ് ഒക്കെ വായിച്ചു. ഞാനിവിടെ സേഫാണ്, സെക്യൂറാണ്, ബഹ്റൈനിൽ എല്ലാവരും തന്നെ സേഫായിട്ടിരിക്കുന്നു, ആർക്കും വലിയ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് റീഡിംഗ് നോക്കാം. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ ഓൾമോസ്റ്റ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മോർണിംഗ് തോട്ട്സ് എന്തായിരുന്നു എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചുള്ള. രാവിലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഡൗൺ ആകാൻ പോകുന്നുണ്ട്. നമുക്ക് നോക്കാം. ആദ്യം ഇത്രയും കാർഡ്സ്, എന്തായാലും 4 കാർഡ്സ് ഇവിടെ വീണിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് സയൻസ് പറയാം. ഇവിടെ സയൻസ് കാണുന്നത് വാട്ടർ, ഏരീസ്, ലിയോ, സജിറ്റേറിയസ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇത്രയും സയൻസാണ് നമുക്കിവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത്. അതായത് വാട്ടർ, ഫയർ, എയർ സൈൻ, പിന്നെ എർത്ത്. നിങ്ങളുടെ പേഴ്സൺ ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ രാവിലെ തന്നെ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ആൾ എന്തൊക്കെയോ കാര്യങ്ങളോട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആളുടെ എന്താ പറയുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് ഇല്ലെങ്കിൽ അതിനകത്തൊരു ഗ്രോത്ത് വേണമെന്നൊക്കെ രാവിലെ തന്നെ ഇവിടെ ഭയങ്കര ഗാഢമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് എന്തൊക്കെയോ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ള രീതിയിലാണ് ആൾ ചിന്തിക്കുന്നത്. പക്ഷേ എന്തൊക്കെയോ ഡിലേസ് കാണാനായിട്ട് ഇവിടെ എന്തൊക്കെയോ ഡിലേ കാണുന്നുണ്ട്. അത് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ ഒപ്റ്റിക്കൽസും ചലഞ്ചസും കാണാനായിട്ട് സാധ്യതയുണ്ട്. കാര്യം എന്തൊക്കെയാണ് നിങ്ങളോട് ആളിപ്പോൾ ഇപ്പോൾ ഇതൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ, നോ കോൺടാക്റ്റോ ലെസ് കോൺടാക്റ്റോ ആണെങ്കിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ സ്റ്റിൽ നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അയാളുടെ ലോകം എന്ന് പറയുന്നത് തന്നെ നിങ്ങളാണ്. നിങ്ങളുടെ പേഴ്സണിന് ഒരുപാട് ചോയ്സ് ഉണ്ട്. അയാളുടെ ചോയ്സാണ് കേട്ടോ, പലതരത്തിലുള്ള കാര്യങ്ങൾ അയാൾക്ക് ചോയ്സ് ഉണ്ട്. പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ പേഴ്സണ് സ്റ്റിൽ നിങ്ങളെയാണ് ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കുന്നത്. ആൾ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രിപ്പയർ ആവുന്നുണ്ട്. മീൻസ് ഇപ്പം നിങ്ങളെ ഗോസ്റ്റ് ചെയ്ത് പോയൊരു വ്യക്തിയാണെങ്കിൽ വെറുതെ അങ്ങ് ഓടി വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ആളെ അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് ആൾക്ക് നല്ല രീതിക്ക് ഉറപ്പുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ആളിവിടെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല, സ്റ്റിൽ. പക്ഷെ എന്നാലും ആൾ നിങ്ങളെയാണ് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളെയാണ് മീൻസ് ആൾക്കൊരു കംപ്ലീറ്റ്നെസ് എന്ന് പറയുമ്പോൾ നിങ്ങളെയാണ് ചിന്തിക്കാൻ പറ്റുള്ളൂ, മറ്റൊരാളെ ചിന്തിക്കാൻ പറ്റില്ല. ദെൻ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഇമോഷണലി ബാലൻസ്ഡ് ആയിരിക്കും, കൺട്രോൾ ആയിട്ടുള്ള നേച്ചർ ആയിരിക്കും. ആൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയ പോലുള്ള സംഭവത്തിലൊക്കെ ഭയങ്കര നെയിമും ഫെയിമും ഉള്ള ഒരു വ്യക്തിയായിരിക്കും. കിങ് ഓഫ് കപ്സിൻ്റെ കാർഡാണ് നമുക്കിവിടെ വന്നേക്കുന്നത്. സോ ആള് ഒരു എല്ലാ കാര്യത്തിലും ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ്. കാരണം ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാൽ കിങ് ഓഫ് കപ്സ് ഒരിക്കലും സ്നേഹം കാണിക്കണ്ടാവില്ല. കാരണം ആള് അത് ബാലൻസ് ചെയ്ത് പുറത്ത് റൂഡായിട്ടുള്ള രീതിയിലായിരിക്കും നിൽക്കണ്ടാവുക. ആൾക്ക് ഭയങ്കര നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കമ്പാൻഷൻ്റെ എനർജിയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആൾ ഭയങ്കര എമ്പത്തിക്കാണ്, മീൻസ് ഒരു ദയം കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ്, അല്ലാന്നല്ല പറയുന്നത്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ആളിപ്പോൾ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിലാണ് നിൽക്കുന്നത്. ആൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, ലവ് ഉണ്ട്, കെയർ ഉണ്ട്. പക്ഷെ ആള് കൺട്രോളീവ് ആണ് ഇവിടെ നല്ല രീതിക്ക്. ആൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ അടുത്തേക്ക് വരണം. അതായത് ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഇതിൽ കുറച്ച് പേരെങ്കിൽ സെൽഫ് ലവ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആൾക്ക് നിങ്ങളോടിപ്പോൾ ഒരു ഒരു ഡിസയർ തോന്നുന്നുണ്ട്. മീൻസ് നിങ്ങളെന്ന് പറയുന്നത് ആളുടെ ഒരു ഡിസയറാണ്. ആരൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആൾക്ക് നിങ്ങളോടാണ് സ്നേഹം കൂടുതൽ. ആൾക്ക് ഇവിടെ വേറെ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. അറ്റ് ടൈം ആളുടെ കരിയറിലും ഫോക്കസ്ഡ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആളുടെ കരിയറിലും ഒരു ഗ്രോത്ത് വേണമെന്ന് ആളിവിടെ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം നമുക്ക് കാണാൻ പറ്റും, ഇതിനകത്തൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും. ഐസ് ഓഫ് വാൻസിൻ്റെ കാർഡാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ തമ്മിലുള്ള ഒരു സ്റ്റേജ് കഴിഞ്ഞ് പുതിയൊരു സ്റ്റേജിലേക്ക് നിങ്ങൾ കടക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞ കിങ് ഓഫ് കപ്സ് ആണ്. ആളുടേതായ പവറിലാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ നല്ലൊരു പെട്ടെന്ന് മറ്റുള്ളവർക്ക് കണ്ടാൽ തന്നെ ഒരു അട്രാക്റ്റീവ് ആവുന്ന പേഴ്സൺ ആയിരിക്കും. മറ്റുള്ളവരെ വീഴ്ത്താനുള്ള കഴിവ് വളരെ കൂടുതലാണ് നിങ്ങളുടെ പേഴ്സണ്.
ആളുടേതായ എന്താ പറയുക, ഒരു നമ്മൾ പറയില്ലേ ചിലരോട് നമുക്ക് പെട്ടെന്ന് സംസാരിച്ച് കഴിയുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവായിട്ട് നമ്മൾ ഇരിക്കുമെന്ന്, ആ ഒരു തരത്തിലുള്ള ഒരു പേഴ്സൺ ആണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ പക്ക മസ്കുലൻ എനർജിയാണ്. അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ഭയങ്കര നെയിമും ഫെയിമും ഒക്കെ നോക്കണ ഒരാളാണ്. ആളും അങ്ങനെ തന്നെ ആയിരിക്കാം. ആളുടെ ലൈഫിലേക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വന്നാണ്. ചിലപ്പോൾ ആൾക്ക് ഒരു വേറെ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ആളുടെ തന്നെ ആൾക്ക് വേറൊരു കല്യാണം വരുമോ, അതല്ലെങ്കിൽ പോലും ആൾക്ക് കരിയറിലാണെങ്കിലും പുതിയൊരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. ആളിവിടെ സ്റ്റിൽ ഇപ്പം നിൽക്കുന്നത് ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ചലഞ്ചസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഇത് കണ്ടോ, ഇപ്പം ആളെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന എനർജിയിലാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ആളെ തന്നെ ഡിഫെൻസ് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇനി നിങ്ങളുടെ ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റോ കാര്യങ്ങളോ ഉണ്ടാക്കിയിട്ട് ഇവിടെ വേറെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ചിലപ്പോൾ ഇതിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം ആളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ആളിപ്പോൾ ആളെ തന്നെ ഡിഫെൻസ് ചെയ്ത് നിൽക്കുന്ന എനർജിയിൽ നിൽക്കുന്നത്. ആളുടെ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്താൽ നിൽക്കുന്നത്. ആൾക്ക് നിങ്ങളെ വേണമെന്നുണ്ട്, നിങ്ങളോട് സ്നേഹമുണ്ട്, ലവ് ഉണ്ട്, കെയർ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആളിപ്പോൾ ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളോട് ഹൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ഹൈഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളോട് അത് ഓപ്പൺലി തുറന്ന് പറയണില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആൾക്കൊരു സീക്രട്ടീവ് ആയ നേച്ചറോടെ കാണാൻ പറ്റുന്നത്. ദെൻ ആൾക്ക് ചോയ്സ് കാണുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റി കാണുന്നുണ്ട്. സോ ഇതിനകത്തൊരു തേർഡ് പാർട്ടി നമുക്ക് നോക്കാം. തേർഡ് പാർട്ടി എന്താണെന്നുള്ളത് ഡിവോഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ? ആളിവിടെ ആളെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആൾക്ക് ഈ അടുത്തായിട്ട് ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ലോസ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇതിൽ നിന്ന് സ്റ്റെപ്പ് ബേൺ ചെയ്തേക്കണത്. ആളിപ്പോൾ ചിന്തിക്കുന്ന ആളുടെ ഹെൽത്തിലും വെൽത്തിലുമാണ് അതായത് ഫിനാൻഷ്യലി ഒന്ന് താഴേക്ക് പോയിട്ടുണ്ട്. എന്തൊക്കെയോ റീസൺ കൊണ്ട് ഇപ്പോൾ ഇവിടെ നല്ല ഫിനാൻഷ്യൽ ലോസ് നിങ്ങളുടെ പേഴ്സണോട് അനുഭവിക്കുന്നുണ്ട്. സോ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ആളിപ്പോൾ നിങ്ങളില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നല്ല രീതിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ദെൻ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന്. നിങ്ങളുടെ ആളുടെ മൈൻഡിൽ തന്നെ ഇൻഡിവിജ്വലി ആൾക്ക് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചാലോ, എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ ഇനി നിങ്ങളുടെ അടുത്തേക്ക് വന്നാലെന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ചിന്തിക്കുന്നുണ്ട്. ഇത് നോക്കിയാൽ പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഡ്രീം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിലേക്ക് വന്നിട്ട് ഒരു ന്യൂ ലവ് ഓഫർ ചെയ്താലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ചിലർക്ക് കൂടെ ഒരു ന്യൂ പേഴ്സൺ തന്നെ എൻട്രി ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് കാര്യങ്ങൾ പോലെ പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് കണക്റ്റ് ആവുന്നുണ്ടാവാം. നിങ്ങളുടെ പേഴ്സൺ എന്താ ആക്ഷൻ എടുക്കുമെന്ന് നോക്കട്ടെ. ആൾക്ക് നല്ല രീതിക്ക് ഇവിടെ ബേർഡൻസ് ഉണ്ട്. ഞാൻ പറയാം, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഫിനാൻഷ്യൽ ലോസ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ഞാൻ പറയാറുണ്ട്, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അതൊരാൾ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കരിയർ ഗ്രോത്തോ അല്ലെങ്കിൽ ചിലപ്പോൾ ഫിനാൻഷ്യൽ ലോസൊക്കെ തേർഡ് പാർട്ടി ആയിട്ട് വരാനുണ്ട്. നിങ്ങളുടെ പേഴ്സണിന് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് തന്നെ ആളുടെ ഒരു കരിയറിൽ ചിലപ്പോൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ ലോസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. നല്ല രീതിക്ക് ഒരു ബേർഡൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നിങ്ങളുടെ അടുത്ത് കണക്റ്റ് ആവാൻ പറ്റാത്തത്. കാരണം ഈ സ്ട്രെസ്സിൻ്റെ ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടി ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള വഴക്കും പ്രശ്നങ്ങളൊന്നും ആൾക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് ഫിനാൻഷ്യൽ ലോസ് നമുക്കിവിടെ കാണാൻ പറ്റും. ചിലപ്പോൾ ഒരു ലോസും പ്രശ്നങ്ങളും കാരണമായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് കണക്റ്റ് ആവാൻ പറ്റാത്തത്. ഇതെല്ലാം റിലീസ് ചെയ്ത് ഈ ഓവറായിട്ട് ഭയങ്കര ബേണാണ്. ഇത് നോക്കി നിങ്ങളുടെ പേഴ്സൺ നടക്കുന്ന അവസ്ഥയാണല്ലോ. ഈ അവസ്ഥയിൽ കൂടി നടക്കുന്ന എന്താ ചെയ്യാൻ പറ്റുക? ആൾക്കാരുടെ ഇടയിൽ കൂടി നിങ്ങളായിട്ടുള്ള കോൺഫ്ലിക്റ്റും കാര്യങ്ങളും എല്ലാം കൂടി ആൾക്ക് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. സോ അതുകൊണ്ടായിരിക്കും ഇപ്പം നിങ്ങളിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കണ്ടാവുക. ഇതൊന്നും ബേണായിട്ട് എടുത്തിട്ട് വേണം നിങ്ങളിലേക്ക് വരാൻ. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അറ്റ് എ ടൈം ഈ ബേർഡനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്ക് നിങ്ങളോട് വന്ന് കമ്മിറ്റഡ് ആവാൻ പറ്റുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് കുറച്ച് ഇത് കൊടുക്കുക. മീൻസ് ഇങ്ങോട്ടേക്ക് വരട്ടെ, നിങ്ങളുടെ അടുത്തേക്ക് വന്ന് കണക്റ്റ് ആവാനായിട്ട് നിങ്ങൾ കുറച്ച് ടൈം കൊടുക്കുക. കാരണം നല്ല രീതിക്ക് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആൾക്ക് നല്ല രീതിക്ക് സ്ട്രെസ് കാണാൻ പറ്റും. ഇനി ഈ റിലേഷൻ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമെന്ന് നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ.
എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ എന്ന് ചോദിച്ചാൽ ഇവിടെ മേ ബി എന്നുള്ള കാർഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഇത്രയും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കണതാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു റെസ്റ്റിംഗ് ടൈമിലാണ്. മീൻസ് ആളിവിടെ റിലാക്സ് ചെയ്യാനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആൾക്കൊരു റെസ്റ്റിങ്ങിൻ്റെ എനർജിയാണ്. കാരണം ആൾക്ക് എന്താ പറയുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കംപ്ലീറ്റ്നെസ് വേണം, ഒരു പ്രോഗ്രസ് വേണം, ഫൗണ്ടേഷൻ വേണം എന്നൊക്കെ ആഗ്രഹിക്കേണ്ടത്. പക്ഷെ എന്തൊക്കെ വേണം എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് അയാൾ മാറണം. അത്രയും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഒരു എന്താ പറയുക, ആളിപ്പോൾ ഒരു മെഡിറ്റേഷൻ മോഡിലാണ് ഇരിക്കുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഹീൽ ചെയ്യാൻ അനുവദിക്കുക. അവരുടെ ഇപ്പോഴത്തെ ആ സിറ്റുവേഷനിൽ അവർ പുറത്തേക്ക് വരാനായിട്ട് അവർക്ക് ടൈം കൊടുക്കാം. ആൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഈ ഒരു ടൈം കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലൊരു ഇത് വേണമെന്ന്, അതായത് ഒരു റിയൂണിയൻ വേണം, റിന്യൂവൽ വേണം എന്നൊക്കെ ആൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ആൾക്ക് ഇപ്പോൾ ഹീലിംഗ് ആണ് ഏറ്റവും അത്യാവശ്യം, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ആളെ ചേസ് ചെയ്യാതിരിക്കുക, ആളുടേതായ വഴിക്ക് വിടുക. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്കിൽ വന്നിരിക്കുന്നത് ഇത് കണ്ടോ, 8 ഓഫ് കപ്സിൻ്റെ കാർഡ്. ഇതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ അവസ്ഥ. മീൻസ് ആൾക്ക് ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് ആൾ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടല്ലായിരിക്കും ചെയ്യണത്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കാരണം ഒരാൾ ഇൻറ്റൻസ് ആയിട്ടൊരു കാര്യം നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് നമുക്ക് മാനിഫെസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രസൻറ്റ് ആക്കുന്നത് വാട്ടർ സൈൻ ആട്ടോ. ആളിപ്പോൾ പോണ പോലെ പോട്ടെ എന്നുള്ള മൈൻഡിലാണ് ഇരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്. കാരണം ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് ചെയ്താലും അത് ലോസിലേക്കാണ് വന്ന് അവസാനിക്കും. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ആൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവുണ്ടാവും നിങ്ങൾ തമ്മിൽ. അതിൽ വലിയ വഴക്കുണ്ടാവും. ഇപ്പോൾ ഫിനാൻഷ്യൽ ആളെന്തെങ്കിലും ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്തും വഴക്കാം. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആളുടെ ഫാമിലി ആണെങ്കിൽ അതിലും ബുദ്ധിമുട്ടുണ്ട്. ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒരു തരത്തിലൊരു ഇതും ഇല്ലാത്ത രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ കൊണ്ട് ഇരിക്കുന്നത്. സോ അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നല്ല ഈഗോയിസ്റ്റിക്കാണ്, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ഈഗോ, അതുപോലെ തന്നെ പ്രാക്ടിക്കാലിറ്റിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ നല്ല സ്കിൽസും കാര്യങ്ങളോട് ഒരു ആളിപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് കണക്റ്റ് ആവാത്ത കാര്യം ആൾക്കിവിടെ ഒരു മെൻ്റൽ ക്ലാരിറ്റി ഇല്ല. സോ ആളൊരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ തീരുമാനം ഉറച്ച തീരുമാനമായിരിക്കും. ആൾ അതിൽ നിന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. സോ ആൾക്ക് അത് തീരുമാനം എടുക്കാൻ ടൈം നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ ആളെ ചേസ് ചെയ്യാതിരിക്കുക. ആൾ വരട്ടെ. ആൾ ചിലപ്പോൾ ഈ ഞാൻ പറയുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് ഈ പറയുന്ന ഫിനാൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അതേപോലെ തന്നെ ഈഗോ ഉണ്ട് ആൾക്ക്. അങ്ങോട്ടേക്ക് വന്ന് നിങ്ങളിപ്പോൾ നിങ്ങളുടെ വേണ്ടാന്ന് വെച്ചിട്ട് പോയൊരു വ്യക്തിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് തന്നെയായാലും ഈ പേഴ്സൻ്റെ ഈഗോ ബ്രേക്ക് ആവും. ഈ പേഴ്സണായിട്ട് നിങ്ങൾ വന്ന് കണക്റ്റ് ആവും. വിഡ്രോവലിൻ്റെ എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾ ഈ പേഴ്സണെ ആ പേഴ്സൻ്റെതായ വഴിക്ക് വിടാം. നിങ്ങൾ ആളെ ചേസ് ചെയ്യാതിരിക്കാം. നമുക്കിനി ക്ലൂസ് നോക്കാം. ഓക്കെ, നമുക്കിനി ക്ലൂസ് നോക്കാം. ഞാൻ കുറച്ചധികം ക്ലൂസ് എടുത്തിട്ടുണ്ട്. പാലക്കാട് ഒരു സ്ഥലമാണ് ഫസ്റ്റ് നമുക്ക് വന്നത്. പാലക്കാട്. നിങ്ങളുടെ പേഴ്സൺ 32 ഏജ് ആയിരിക്കാം, 37 ഏജ് ആയിരിക്കും. H ലെറ്റർ, റെഡ് കളർ. നമുക്ക് ഈ റെഡ് കളർ റെഗുലർ ആയിട്ട് വന്നിട്ടുണ്ടല്ലേ. വൈറ്റ് കളർ, എൻ്റെ ഫേവറേറ്റ് കളർ വൈറ്റ്. സ്കോർപ്പിയോ. എച്ച് വന്നപ്പോൾ ഞാൻ ഓർത്ത് സ്കോർപ്പിയോ വരും. എറണാകുളം. ചിലപ്പോൾ ലിബ്ര വരും, നോക്കിക്കോ. N ലെറ്റർ, കെയറിങ് നേച്ചർ, കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ്. ഡേറ്റിംഗ്, നിങ്ങളുടെ പേഴ്സണായിട്ട് ഡേറ്റ് ചെയ്യാനുള്ളതുണ്ടോ. ടോറസ്. മ്യൂസിക്, നിങ്ങളുടെ പേഴ്സണോ പാട്ട് പാടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള. ഡാൻസിങ്, നിങ്ങൾ ഡാൻസ് കളിക്കുന്നവരായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അല്ലെങ്കിൽ 444. എ ലെറ്റർ, ടോറസ് എ. പിന്നെ മെയ്യും കൂടി വരാനുള്ളൂ. ലോങ് ഡിസ്റ്റൻസ്, നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. സർപ്രൈസ്, നേരത്തെ നമ്മൾ പറഞ്ഞു പേജ് ഓഫ് കപ്സിന്റെ കാർഡ് വന്നപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ സർപ്രൈസ് ആയിട്ട് വരാൻ സാധ്യത ഉണ്ടെന്ന്. ജെ ലെറ്റർ, ജാനുവരി. ദെൻ ലാസ്റ്റ് പാസ്റ്റ് ലൈഫ്, ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലൂസ് എന്ന് പറയുന്നത്. റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റീഡിങ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ ക്ലൂസ് എല്ലാം എല്ലാവരും കമൻറ്റിൽ വന്ന് അറിയിക്കുക. അതേപോലെ തന്നെ നാളെ മെർക്കുറി
എനർജി കൂടുതലുള്ള സമയമാണ്. നമ്മുടെ പാസ്റ്റ് ലൈഫിലുള്ള ആൾക്കാർ നമ്മളായിട്ട് വന്ന് കണക്റ്റ് ആവാനും നമ്മുടെ ഇടയിലുണ്ടായ മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറാനോ കൂടാനോ സാധ്യതയുണ്ട്. സോ എല്ലാവരും കാമായിട്ടിരിക്കുക. ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും പോസ്റ്റ് പോയി കാണാം, അതനുസരിച്ച് പെരുമാറുക. അതേപോലെ തന്നെ ബഹ്റൈനിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അഫർമേഷൻ വെച്ചിട്ടുണ്ട്. സോ ആ അഫർമേഷൻ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് റീഡിങ്ങിൽ കാണാം.